തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ആദ്യത്തെ നിലയിലെ അവസാനത്തെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഭൂതങ്ങളായൊരിന്ദ്രിയങ്ങളും ജ്ഞാനം തൻ്റെ ജ്യോതിയെ പടർത്തിയിടും കാലത്തൊഴിഞ്ഞുമാറും ചിന്തയും ലക്ഷ്യത്തിനെ നേരെ തുറിച്ചു നോക്കിൽ ഉത്തരം പോലെ തെക്കും തൻ മനക്കോവിലാകും. മനക്കോവിൽ, മനസ്സാകുന്ന കോവിൽ, ശിവൻ്റെ കോവിലാകുന്നത് എപ്പോഴാണ്? ഭൂതങ്ങൾ ആകുന്ന ഇന്ദ്രിയങ്ങളും ജ്ഞാനന്തൻ്റെ ജ്യോതിയെ പടർത്തിയിടും കാലത്തൊഴിഞ്ഞു മാറും. ഇന്ദ്രിയങ്ങളുടെ ആ പാച്ചിൽ ഒഴിഞ്ഞു മാറും. എപ്പോൾ? ജ്ഞാനം തൻ്റെ ജ്യോതിയെ പടർത്തിയിടും. ജ്ഞാനോദയമുണ്ടാകുമ്പോൾ, മനസ്സ് ബോധസ്വരൂപനിൽ ലയിക്കുമ്പോൾ, മനസ്സ് ജ്ഞാനത്തിലേക്ക് ഉയരുമ്പോൾ ഭൂതങ്ങളാകുന്ന ആ പഞ്ചേന്ദ്രിയങ്ങളുടെ പാച്ചിൽ ഒഴിഞ്ഞു മാറും കാലത്ത് ചിന്തയും ലക്ഷ്യത്തിന് നേരെ തുറിച്ചു നോക്കും. ലക്ഷ്യസ്ഥാനമായ ശിവസായുജ്യത്തിലേക്ക് മനസ്സ് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ പറയുന്നത്, തിരുമൂലദേവൻ പറയുന്നത്, മനസ്സിൽ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ശക്തി ക്ഷയിക്കുന്നത് ജ്ഞാനോദയമുണ്ടാകുമ്പോഴാണ്. ജ്ഞാനസൂര്യൻ പ്രകാശിക്കുമ്പോഴാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകുന്നത്. അതിൻ്റെ ബാഹ്യമായ പാച്ചിൽ പാഞ്ഞ് അത് ആന്തരികമായ വിശുദ്ധി നേടുന്നത് ജ്ഞാനോദയത്തിലാണ്. ജ്ഞാനെന്ന് വെച്ചാൽ ബോധം. ആ ബോധം ഉദയം ചെയ്യുമ്പോൾ, അതായത് യഥാർത്ഥ അറിവ് സ്വായത്തമാക്കുമ്പോൾ ഈ അജ്ഞാനമാകുന്ന അന്ധകാരം ഒഴിഞ്ഞു മാറും. അതോടെ ചിന്തയുടെ പാച്ചിലും നിന്നു പോകും. അങ്ങനെ ലക്ഷ്യസ്ഥാനമായ ശിവബോധത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ജ്ഞാനോദയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ജ്ഞാനോദയം എന്നുള്ളത് സത്യത്തിൽ ബോധസ്വരൂപനായ ശിവൻ്റെ തെളിമയാണ്. മനസ്സിലെ അന്ധകാരം മായും തോറും ജ്ഞാനം വെളിച്ചം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ആ ജ്ഞാനപ്രകാശം എപ്പോഴാണോ പ്രകാശിക്കുന്നത് അപ്പോൾ അജ്ഞാനമാകുന്ന ഇരുട്ട് മാറും. അതോടെ മനസ്സ് അതിൻ്റെ മൂലമായ ശിവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതോടെ ചിന്തകളെല്ലാം ഇല്ലാതായിത്തീരും. ചിന്തകളെല്ലാം ഇല്ലാതായി മനസ്സ് നിർവേദാവസ്ഥയിൽ എത്തിച്ചേരും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. മനസ്സ് നിർവേദാവസ്ഥയിൽ എത്തിച്ചേരും. ഈ നിർവേദമാണ്, അതായത് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ, ഒന്നിനോടും ഒരു പറ്റിച്ചേരലില്ലാത്ത അവസ്ഥ, താമരയിലെ വെള്ളത്തുള്ളി പോലെയുള്ള അവസ്ഥ. ഇതാണ് നിർവേദാവസ്ഥ. ഈ നിർവേദാവസ്ഥയെക്കുറിച്ചും ജ്ഞാനസ്വരൂപത്തെക്കുറിച്ചും ഭഗവാൻ രമണ മഹർഷി പറയുന്നുണ്ട്. നോക്കൂ, ഞാനെന്ന ചിന്ത പുറപ്പെടുന്നത് എവിടെ നിന്നാണോ അവിടെയാണ് ഞാൻ ആര് എന്ന് അന്വേഷിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എന്ന ചിന്ത എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, ആ പുറപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? പോയി അത് എത്തിച്ചേരുന്നത് ശിവസ്വരൂപത്തിലാണ്. അപ്പോൾ ഞാൻ ആര് എന്നുള്ള നിരന്തരമായ ചിന്ത എത്തിച്ചേരുന്നത് ശിവൻ എന്ന ബോധസ്വരൂപനിലാണ്. പിന്നീട് രമണ മഹർഷി പറയുന്നുണ്ട്, നോക്കൂ, കാമക്രോധാദി വികാരങ്ങൾ ആർക്കാണ് എന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാനെന്ന പ്രത്യേകമായ ഒന്നില്ല എന്നറിയാനാകും.
വികാരങ്ങളും മറ്റ് ചിന്തകളും നിശേഷം നീങ്ങി അവിടെ ശേഷിക്കുന്നത് ചിന്തകളില്ലാത്ത, മനോവികാരങ്ങൾ ബാധിക്കാത്ത പരിശുദ്ധമായ ജ്ഞാനം മാത്രമാണ് എന്നറിയാൻ കഴിയും. ചിന്തകളില്ലാത്ത ഒരു തലം, ആ മനോവികാരങ്ങൾ ബാധിക്കാത്ത പരിശുദ്ധമായ ജ്ഞാനം ഉദിക്കുന്ന സ്ഥലം, അത് ശിവബോധം ആണ്. ആ ശിവബോധമാണ് പിന്നെ നിർവേദമായി നാം അനുഭവിക്കുന്നത്. ഏത് മഹാകൃതികൾ പരിശോധിച്ച് നോക്കിയാലും അതിലെല്ലാം പ്രധാനപ്പെട്ട രസം എന്ന് പറയുന്നത് ശാന്തം എന്ന രസമാണ്. നവരസങ്ങളുണ്ടെങ്കിലും ശാന്തം എന്ന രസത്തിനാണ് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ആനന്ദവർദ്ധൻ ധ്വന്യാലോകം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അത് നമുക്കതിൽ നോക്കാം. ധ്വന്യാലോകത്തിൽ 4-ാം ഉദ്യോഗത്തിൽ ഇത് കാണാവുന്നതാണ്. ശാന്തം എന്നൊരു രസമാണ് അങ്കിയായ രസമെന്ന് ആനന്ദവർദ്ധനാചാര്യർ പറയുന്നു. എന്നിട്ട് അദ്ദേഹം അത് സമർത്ഥിക്കാൻ വേണ്ടി മഹാഭാരതത്തെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ശാന്തിരസത്തിൻ്റെ സ്ഥായീ ഭാവമാണ് നിർവേദം. കണ്ടോ, ശാന്തത്തിൻ്റെ സ്ഥായീ ഭാവമാണ് നിർവേദം. അതായത് ചിന്തകളില്ലാത്ത, ഒന്നിനോടും പറ്റിച്ചേരാത്ത നിർമ്മമമായ അവസ്ഥ. ഈ സ്ഥായീ ഭാവം ഉണരുമ്പോഴാണ് അത് രസമായി ഭവിക്കുന്നത്. ആസ്വാദകന് രസം അനുഭവപ്പെടുക അപ്പോഴാണ്. തത്വജ്ഞാനജന്യമായ നിർവേദം ഉണരുമാറാണ് കൗരവന്മാരും പാണ്ഡവന്മാരുടെയും ദുരന്ത കഥകൾ മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ നിർവേദം ഉദിപ്പിക്കാൻ വേണ്ടിയാണ് കൗരവ പാണ്ഡവന്മാരുടെ കഥ ഭഗവാൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, നിർവിണ്ണമായ മനസ്സിലെ ശുദ്ധമായ ഈശ്വരഭക്തി ഉണ്ടാവൂ. ഭക്തി ഒരുവന് പരമമായ ജ്ഞാനം പകർന്നു കൊടുക്കും. അതോടെ അവൻ മുക്തനാവുകയും ചെയ്യും. ഈശ്വരഭക്തി, അദ്വൈത ജ്ഞാനം, മുക്തി എന്നീ കാര്യങ്ങൾക്കല്ല മഹാഭാരതം ഊന്നൽ നൽകിയിട്ടുള്ളത്. ഭാഗവതമാകട്ടെ ഈ മൂന്നിനെയും ഊന്നിപ്പറയുന്നു. ശ്രീകൃഷ്ണൻ യാദവന്മാരെ എന്തുകൊണ്ട് മോചിപ്പിച്ചില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇവിടെ നമുക്ക് കിട്ടുന്നു. ഇതാണ് ഭാഗവതവും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം. ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഭാഗവതത്തിലെ ചിന്താഗതികൾ. അവിടെ നിർവേദത്തിലൂടെ ഭക്തിയെ ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഇവിടെ ഈശ്വരഭക്തി, ഭാഗവതത്തിൽ ഈശ്വരഭക്തി, അദ്വൈതജ്ഞാനം, മുക്തി എന്നീ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ശ്രീകൃഷ്ണൻ യാദവന്മാരെ എന്തുകൊണ്ട് മോചിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഇത് ഉത്തരം പറയുന്നു എന്നാണ് ഭാഗവതം നമ്മളോട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഭാഗവതത്തിലാകട്ടെ ഭാരതത്തിലാകട്ടെ നിർവേദവും അതേപോലെ ഭക്തിയുമാണ് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. ഈശ്വരഭക്തിയിലൂടെ നിർവേദത്തിൽ എത്തിച്ചേരാൻ പറ്റും. ചിന്തകൾ ഒഴിഞ്ഞ ഒരു തലം, അതാണ് ഇവിടെ പറയുന്നത്. തിരുമൂലദേവനും അതേപോലെ രമണ മഹർഷിയും പറയുന്നത് ചിന്തകളില്ലാത്ത ഒരു മനസ്സ്, ഒന്നിനോടും പറ്റിച്ചേരാത്ത, വിഷയസുഖങ്ങളെ പരിപൂർണമായി ത്യജിച്ച ഒരു മനസ്സ്, അത് അതിൻ്റെ ഉറവിടമായ ജ്ഞാനഭൂമിയിൽ നിന്നാണ് ഉദിക്കുന്നത് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ആദ്യത്തെ നില എന്നുള്ളത് ജ്ഞാനനിലയാണ്. നമുക്ക് ഈ കാണ്ഡത്തിനെ വളരെ ചുരുക്കി പറയാം. അതായത് ആദിത്യ നില എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനസൂര്യൻ്റെ നിലയാണ്. ഈ ജ്ഞാനസൂര്യനാണ് ബോധസ്വരൂപനായ ശിവൻ.
ആ ശിവസൂര്യൻ പ്രകാശിക്കുമ്പോൾ മനസ്സിലെ അജ്ഞാനങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. 3 മലങ്ങളും ആണവം കർമ്മം മായ 3 മലങ്ങളും മാറി ശിവസൂര്യൻ പ്രകാശിക്കുന്നു. ശിവസൂര്യൻ പ്രകാശിക്കുമ്പോൾ മനസ്സ് നിർവേദത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ നിർവേദത്തിൽ നിന്നാണ് ശാന്തി എന്ന രസം, ശാന്തിയും നിർവേദവും മഹാഭാരതത്തിൽ ചിത്രീകരിക്കുന്നത് മഹാഭാരതകർത്താവായ വേദവ്യാസൻ ചെയ്തിരിക്കുന്നതും ഇതുതന്നെയാണ്. അപ്പോൾ ഏത് ഇതിഹാസകൃതിയായാലും ഭാരതമായിക്കൊള്ളട്ടെ ഭാഗവതമായിക്കൊള്ളട്ടെ എല്ലാ കൃതികളും നിർവേദത്തിലാണ് അവസാനിക്കുന്നത്, നിസ്സംഗതയിലാണ് അവസാനിക്കുന്നത്. താമരയിലെ വെള്ളത്തുള്ളി എന്നാണ് എപ്പോഴും ഉപനിഷത്കാരന്മാർ ഈ അവസ്ഥയെ ചിത്രീകരിക്കുന്നത്. വെള്ളത്തുള്ളി താമരയിലയിലാണെങ്കിലും താമരയിലയിൽ വെള്ളത്തുള്ളി പറ്റി പിടിച്ചിരിക്കില്ല. അതുപോലെ ബോധസ്വരൂപനായ ശിവൻ പ്രകാശിക്കുമ്പോൾ മനസ്സ് ഒന്നിലും പറ്റിച്ചേരില്ല, അത് നിർവേദാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതാണ് തിരുമൂലദേവൻ ആദിത്യ നിലയിൽ 7ാം തന്ത്രത്തിൽ, തിരുമന്ത്രത്തിൻ്റെ 7ാം തന്ത്രത്തിലെ ആദിത്യ നിലയിൽ വിവരിക്കുന്ന ആ രത്ന ചുരുക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓം ശിവായ തിരുമൂലദേവായ നമഃ.